ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ മാവ് കർഷകർക്ക് വേണ്ടിയല്ല, സാധാരണ നമ്മളെ വീടുകളിലൊക്കെ 2-3 മാവെല്ലാം വെച്ച് പരിപാലിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു ചെറിയ വീഡിയോ ഇത്. ഓരോ സീസണിൽ മാവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഏതാണ്ട് മാവെല്ലായിടത്തും പൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ ഇതുപോലെ ഇടതൂർന്ന് പൂക്കൾ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രാണികൾ അതിൻ്റെ ഉള്ളിൽ കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. കീടനാശിനി പ്രയോഗമൊന്നും നടക്കില്ല ഇപ്പം. അപ്പം ചെയ്യാൻ പറ്റിയ ചില പൊടിക്കൈകൾ എന്തെല്ലാം നോക്കാം. ഇതേപോലെ കുറച്ച് ചകിരി എടുത്തിട്ട് ഒരു പാത്രത്തിലെടുത്ത് പുകയിട്ട് കൊടുക്കുക. പൂക്കളെ അടിവശത്ത്, പൂക്കൾക്ക് ചൂടടിക്കരുത്, പുക മാത്രം കൊള്ളുന്ന തരത്തിൽ ചുവട്ടിൽ വെച്ച് കൊടുക്കുക. രാവിലെ തന്നെയാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ടത്, ഒരു 6 മണി 7 മണി സമയത്ത്. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള പ്രാണികൾ പറന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് തരം ചിലന്തികൾ, ചില തരത്തിലുള്ള പുഴുക്കൾ, ഇതൊക്കെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ മാവ് പൂക്കുന്ന സീസൺ, അതിന് തൊട്ട് മുൻപായിട്ട് വെള്ളം നനച്ചു കൊടുക്കാൻ പാടില്ല. 1-2 മാസം ഇങ്ങനെ വരണ്ടിരിക്കുക തന്നെ വേണം. പൂക്കുല വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നനച്ചു കൊടുക്കാം. നിറയെ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക. അങ്ങനെ നനച്ചു കൊടുത്താൽ ഈ ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റും. കുറച്ച് മുകളിലായി പോയതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ നശിച്ചു പോയൊരു പൂക്കുലയായത്. അതിൻ്റെ യഥാർത്ഥ വില്ലനെയും കാണാം സൂക്ഷിച്ച് നോക്കിയാൽ. കുറച്ച് കഴിയുമ്പോൾ ഏതാണ്ട് പൂക്കളെല്ലാം കരിഞ്ഞു തുടങ്ങും. അപ്പം ചെറിയ ചെറിയ ഉണ്ണിമാങ്ങകൾ വന്ന് പൂക്കളെല്ലാം കരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ ഈ തണ്ടുകളൊക്കെ ഒന്ന് കൈകൊണ്ട് തട്ടിക്കൊടുക്കുക. ആ കരിഞ്ഞ പൂക്കളൊക്കെ അങ്ങ് വൃത്തിയായി കഴിഞ്ഞാൽ ഈ ചിലന്തികൾക്കൊക്കെ കൂട് കൂട്ടാനുള്ള സാഹചര്യം കുറയും. അങ്ങനെ തട്ടുന്ന സമയത്ത് ചില ഉണ്ണിമാങ്ങയെല്ലാം തെറിച്ചു പോകും. അങ്ങനെ പോകുന്നതെല്ലാം പോയിക്കോട്ടെ. ഈ കാര്യങ്ങളൊക്കെ പ്രായോഗികമാകുന്നത് നമ്മൾ വീട്ടിൽ ട്രെയിൻ ചെയ്ത് വളർത്തുന്ന മാവുകളിൽ മാത്രമാണ്. വലിയ നാടൻ മാവുകളിലൊന്നും ഇത് ചെയ്യാനും പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ ഈ സീസണിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടത്. അത് കഴിഞ്ഞ് മാങ്ങ പാതി വലുപ്പമില്ലാവുന്ന സമയത്ത് ഇതിനെ നെറ്റിട്ട് സംരക്ഷിച്ചു കൊടുക്കണം. അത് ഈ ആമസോൺ വഴി കിട്ടും നെറ്റ്. ഫ്രൂട്ട്സിൻ്റെ പ്രൊട്ടക്റ്റിംഗ് നെറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം നാട്ടിലുണ്ടാകുന്ന ഏതാണ്ട് ഒരു 80% മാവിനും ഈ കായീച്ച ആക്രമണം ഉണ്ടാകുന്നുണ്ട്. നെറ്റിട്ട് കഴിഞ്ഞാൽ ഈ കായീച്ച ശല്യം ഒഴിവായി കിട്ടും. പഴുത്ത് വരുമ്പോഴത്തേക്കും പഴുത്തിട്ട് പുഴുക്കേടില്ലാതെ നമുക്ക് മാവുമ്പോൾ തന്നെ പറിച്ചെടുക്കാൻ പറ്റും. അത് പഴുത്താൻ നെറ്റിൽ വീണോളൂ. അതങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.